അങ്ങനെ താല്പര്യകക്ഷികളില്ലാത്ത പുതുമണവാളിനെയും മണവാട്ടിനെയും അവിടെ വിട്ടിട്ട് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് നമ്മുടെ സ്റ്റേയിലേക്കാണ്. ചേച്ചീൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. അങ്ങനെ അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു സൺസെറ്റ് ടൈമായിരുന്നു. ആ സ്ഥലമൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ പോലെ. പോരാത്തതിന് അതിൻ്റെ അപ്പുറത്തൊരു വലിയ അറവുശാലയാണെന്ന് തോന്നുന്നു, ആടിൻ്റെ അറവുശാല, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ അവിടെ തിരിച്ച് വീട്ടിൽ ചെന്നു. ചേച്ചീൻ്റെ അടുത്ത് എന്താ പറയുക, കറി വരുന്നെന്ന് പറഞ്ഞൊരു ഫംഗ്ഷന്. അപ്പോൾ അതാ ഞങ്ങളുടെ ചേച്ചി ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത വസ്ത്രവിധാനത്തിൽ രാവിലെ അടുക്കളയിലൊക്കെ നിൽക്കുന്നു. ഞങ്ങളെല്ലാവരും ഞെട്ടി, എന്നാലും പോട്ടെ എന്ന് വെച്ചു. പിന്നെ ഞങ്ങളുടെ യുവമിഥുനങ്ങളായ ചേച്ചീനെയും അളിയനെയും കൂട്ടി നേരെ വെച്ച് പിടിച്ചു തിരിച്ച് ഇടുക്കിക്ക്. അവിടെ ഫംഗ്ഷൻ അങ്ങനെയായിരുന്നു. രാവിലെ നമ്മൾ ചെന്ന് കറി വരുന്നതിന് ശേഷം പുതിയ ചെറുക്കനെയും പെണ്ണിനെയും കൂട്ടി നമ്മൾ തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിൽ ചെല്ലണം. അങ്ങനെ നീണ്ട ഒരു 5-6 മണിക്കൂറത്തെ യാത്രയായിരുന്നു കോയമ്പത്തൂർ ടു രാജക്കാട്. തിരിച്ചു പോയ വഴിക്ക് ഞങ്ങൾ ആനേനെ കണ്ടു കേട്ടോ. ഒരു വലിയതല്ലാത്തൊരു കൊമ്പൻ, ആന കൊമ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അതാണ് പുതിയ അമ്മായിമ്മയായതെൻ്റെ അമ്മ മുതലെടുക്കുകയാണ് തോന്നുന്നു. എന്തൊക്കെ തീയും എന്തൊക്കെ കത്തിച്ച് പോയിക്കുന്നുണ്ടായിരുന്നു. ചേച്ചിക്ക് കയറി ഓടിയാൽ മതിയെന്നായിരുന്നു. ബട്ട് അമ്മച്ചിമാർ സമ്മതിച്ചില്ല. അവിടെ നില്ല് ചെരുപ്പൂര് എന്നൊക്കെ പറഞ്ഞ് ആൾക്ക് കുറച്ച് ശാസനകളൊക്കെ കൊടുത്തു. അങ്ങനെ യുവമിഥുനങ്ങൾ വലതുകാല് വെച്ച് വീട്ടിലോട്ട് കയറി. അന്തസ്. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങളുടെ കല്യാണം പരിപാടീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേന്ന് രാവിലെ തന്നെ കുറച്ച് തലക്കനം ഇറക്കി വെക്കാമെന്നാണ് എൻ്റെയും ചേച്ചിയും കൂടെ തീരുമാനം. അങ്ങനെ ഞങ്ങൾ പോയി കാളാൻ പോളാൻ തലമുടി അങ്ങോട്ട് വെട്ടി. എന്ത് സമാധാനം വന്നു. പുറകെ നിൽക്കുന്ന എൻ്റെ അമ്മയുടെ ശാന്തമുഖം കണ്ടായിരുന്നു തെറ്റിദ്ധരിക്കരുത്. ഇതിന് ശേഷം എൻ്റെ അമ്മ എന്നോട് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ വെട്ടായിരുന്നു എന്നാണ്. അങ്ങനെ പിറ്റേന്ന് കാലത്തെണീറ്റ് അമ്പല ദർശനത്തിന് പോയി. ഞാൻ കുറേ വർഷം കൂടി അമ്പലം കണ്ടതാണ്. ദിസ് ഈസ് ടാഷ, വീട്ടിലെ പേര് താച്ചു. ആൻഡ് ദിസ് ഈസ് കാർത്തിയായനി, വീട്ടിൽ വിളിക്കും പേര് കാത്തു. പക്ഷേ അയാളൊരു മെയിൽ